അപ്പോൾ ബീഫ് വാങ്ങുമ്പോഴേ നമ്മൾ എപ്പോഴും ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് കറി അതൊക്കെ അല്ലേ ട്രൈ ആക്കാറ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ബീഫ് ചുക്ക എങ്ങനെ സെറ്റാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ബീഫ് ചുക്കയിലെ മെയിൻ ആയിട്ടാണ് സവാള ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാള ജസ്റ്റ് ഒന്ന് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സവാള വളരെ നൈസായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ സവാള ഫ്രൈ ആക്കുന്ന ടൈമിലേ ചില്ലറ ക്ഷമ ഒന്നുമല്ല കേട്ടോ, നല്ല ക്ഷമ വേണം. കാരണം കരിയാനും പാടില്ല, പക്ഷെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ആയിട്ടും കിട്ടണം. നമ്മൾ എവിടെയും മാറാൻ പാടില്ല. അപ്പോൾ സവാള ദേ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഈ ഓയിലിൽ നിന്ന് കോരി വെക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിന് കൂടുതലായിട്ട് വേണ്ടത് പിരി മുളക് ഉണ്ടല്ലോ, അതായത് കാശ്മീരിയുടെ മുളക്, അതാണ് കേട്ടോ വേണ്ടത്. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ സാധാ മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാനിവിടെ മല്ലി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മല്ലിയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ മല്ലി സെപ്പറേറ്റ് വറുത്ത് പൊടിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വറക്കണ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിൽ കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഈ മസാലയിൽ ലാസ്റ്റ് പൊടിച്ചിട്ട് അതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ വറുത്തെടുത്തതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബീഫ് ചുക്കയിലെ മെയിൻ മസാല കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി കേട്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ കഴുകി ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുക്കയിലെ മെയിൻ മസാലപ്പൊടി അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഉള്ളി, അതായത് സവാള. അപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ, വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 7 വിസിൽ. അപ്പോൾ ബീഫ് നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ബീഫ് ചുക്ക ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില മേലൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ബീഫ് ചുക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ബീഫ് ചുക്ക ട്രൈ ആക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.